നമുക്കിന്നൊന്ന് ലണ്ടൻ പോയി ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? ലെറ്റ്സ് ഗോ. സോ ഞങ്ങൾ ഫസ്റ്റ് ഇതേ പോയത് പ്രൈമാർക്കിലാണ് കേട്ടോ. കുറച്ച് കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മളിതേ നമ്മുടെ വെഗ്നേനെ അവിടെ കണ്ടത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് ഇതേ മെല്ലെ പ്രൈമാർക്കിൽ നിന്ന് ഇറങ്ങും കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്തതാണ് ഈ ഒരു ഡ്രിങ്ക്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരാണ് മൾഡ് വൈൻ. എല്ലാവർക്കും അറിയായിരിക്കും, കാരണം തണുപ്പത്ത് മിക്ക ആൾക്കാരും കുടിക്കുന്നതാണ് കേട്ടോ. ഈ വൈൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ചൂടായിരിക്കും. സോ തണുപ്പത്ത് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഈ മൾഡ് വൈൻ എന്ന് പറയുന്നത് കേട്ടോ. സോ അങ്ങനെ ഈ മൾഡ് വൈനെല്ലാം കുടിച്ച് ഞങ്ങളിതേ അടുത്ത് പോയത് ലൈറ്റ്സ് കാണാനായിട്ടോ. മെയിൻലി ഏഞ്ചൽ ലൈറ്റ്സ് കേട്ടോ. സോ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് റീഗൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റാണ്. യു കെയിൽ ആക്ച്വലി ലണ്ടനിൽ കുറേ പലതരത്തിലുള്ള സ്ട്രീറ്റ്സ് ഉണ്ട് കേട്ടോ. സോ അതിനകത്ത് ഈ റീഗൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ എല്ലാ ഏഞ്ചൽ ലൈറ്റ്സും ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഞാൻ യു കെയിൽ വന്ന് 3-4 വർഷം ഉണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ കൂടാതെ എനിക്ക് തീരെ പനിയും തീരെ വയ്യായിരുന്നു. സോ അത് കാരണം കൊണ്ട് ഒരുപാട് അങ്ങനെ നടന്ന് കാണാൻ പറ്റില്ല. നല്ല മഴയുണ്ടായിരുന്നു അന്ന്. സോ ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഞങ്ങൾ കണ്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കുറേയൊക്കെ നടന്ന് അപ്പോഴാണ് ഈ ഹാരി പോട്ടറിൻ്റെ സ്റ്റുഡിയോ ഞങ്ങളുടെ കണ്ണിൽ പെട്ടത് കേട്ടോ. സോ ഇതും എല്ലാം വരുന്നത് ഈ ഒരു സ്ട്രീറ്റിനകത്താണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വിട്ടത് ആപ്പിൾ മാർക്കറ്റിലോട്ടാണ്. ആക്ച്വലി കുറേ മാർക്കറ്റ് ലണ്ടനിലുണ്ടെങ്കിലും ഞങ്ങൾ തൊട്ടടുത്ത് ഉണ്ടായ ഈ ഒരു ആപ്പിൾ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിലാട്ടോ പോയത്. സോ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിനകത്ത് കുറേ കുഞ്ഞു കുഞ്ഞു കടകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടും. ഒരുപാട് സാധനങ്ങൾ ലൈക്ക് ഫുഡ് ഐറ്റംസ് ആയാലും അങ്ങനെ, ജ്വല്ലറീസ് ആയാലും അങ്ങനെ, ആക്സസറീസ് ആയാലും അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു മാർക്കറ്റ്. ഈ ഒരു മാർക്കറ്റിന് മാത്രമല്ല, എല്ലാ മാർക്കറ്റും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് അധികം ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കാൻ ആൾക്കാർ പോവില്ല. പക്ഷേ ഇതിൻ്റെ ഡെക്കറേഷൻസും ലൈറ്റിങ്ങും എല്ലാം കാണാൻ നല്ല രസമാണ് കേട്ടോ. സോ ഇത് തന്നെ നോക്ക്, എത്ര അടിപൊളിയായിട്ടാണ് അവർ ലൈറ്റിങ്ങും അതേപോലെ തന്നെ ഹാങ്ങിങ്സും എല്ലാം ചെയ്തിരിക്കുന്നതെന്ന്. എനിക്ക് ക്രിസ്മസ് ടൈം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെ മാർക്കറ്റ്സിലെല്ലാം പോയി സാധനങ്ങളും അതുപോലെ ഒന്ന് വാങ്ങാനല്ലെങ്കിൽ കൂടിയിട്ട് അതെല്ലാം ഒന്ന് കണ്ട് ഇങ്ങനെ നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും കേട്ടോ. സോ അങ്ങനെ ഞങ്ങൾ മാർക്കറ്റൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയപ്പോഴാണ് ഈ ഒരു ഐസ് സ്കേറ്റിംഗ് കണ്ടത്. ഇവിടെ പിന്നെ മഴയായാലും വെയിലായാലും ഇവർക്കതൊന്നും ഒരു പ്രശ്നമില്ല. എത്ര മഴയത്താണെങ്കിലും ഇവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൽ കൂടെ നടന്നപ്പോഴാണ് ഞങ്ങളിത് ആര്യഭാവം കണ്ടത്. നമ്മൾ നാട്ടിൽ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. സോ യു കെയിൽ ഫസ്റ്റ് ടൈം ആട്ടോ കയറുന്നത്. സോ ഞാൻ ഓർഡർ ചെയ്തത് ഗീ റോസ്റ്റും അബി ഓർഡർ ചെയ്തത് ഗീ റോസ്റ്റ് വിത്ത് മസാലയാണ് കേട്ടോ. സോ ഇതാണ് അബിയുടെ. ഭയങ്കര വലുതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പരിപ്പൊടി ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ ആ ഒരു മഴയത്ത് പിന്നെ നല്ല തണുപ്പത്ത് നല്ല ചൂടൻ പരിപ്പ് വടയും ചൂടൻ ഗീ റോസ്റ്റൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം വേറെയല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.